നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. COAയുടെ അമരക്കാരനും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യവുമായ നാസർ ഹസൻ അൻവറിന്റെ 8ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. റിപ്പോർട്ടർ TV ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ അനുസ്മരണം നടത്തി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റിയതിനെതിരെ കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി 14-ന് പരിഗണിക്കും. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവം. FB പോസ്റ്റിൽ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ ഭാര്യയ്ക്കും മകനും നേരെ ആസിഡ് ബോൾ ആക്രമണം നടത്തിയയാൾ അറസ്റ്റിൽ. കമ്പല്ലൂരിലെ PV സുരേന്ദ്രനാഥാണ് അറസ്റ്റിലായത്. കൊടുംവേനലിൽ മുന്തിരിത്തണുപ്പിൽ നിറഞ്ഞ് രാമണേശ്വരം രാമഗിരിയിലെ മാധവന്റെ കൃഷിയിടം. വള്ളികളിൽ തൂങ്ങി നിൽക്കുന്ന മുന്തിരിക്കുലകൾ നൽകുന്നത് മനോഹരമായ കാഴ്ചാനുഭവം. ഡോക്ടർ AA അബ്ദുൽ സത്താറിന്റെ പുസ്തകം ഓർമ്മകൾ പെയ്യുന്ന ഇടവഴികൾ പ്രകാശനം ചെയ്തു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അമരക്കാരനും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിറ സാന്നിധ്യവുമായ നാസർ ഹസൻ അൻവറിന്റെ 8ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന അൻവർ ഓർമ്മയിൽ എന്ന പരിപാടിയിൽ റിപ്പോർട്ടർ TV ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ NH അൻവർ അനുസ്മരണം നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അമരക്കാരനും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിറ സാന്നിധ്യവുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 8ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ പരിപാടി അൻവർ ഓർമ്മയിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും CCNും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ചാരിറ്റി ഫണ്ട് വിതരണവും നടന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് അഭിമാനകരമായ വഴി തെളിയിച്ച സംഘാടകനും വർഗീയ കലാപങ്ങളാൽ മുറിവേറ്റിരുന്ന കാസർഗോഡിൻ്റെ മനസ്സിന് കലകൾ കൊണ്ട് സാന്ത്വനം പകർന്ന സ്കിന്നേഴ്സ് കാസർഗോഡിൻ്റെ അമരക്കാരിൽ ഒരാളുമായിരുന്നു നാസർ ഹസൻ അൻവർ എന്ന് AKM അഷ്റഫ് MLA പറഞ്ഞു. സാംസ്കാരിക മേഖലയെ സമ്പന്നമാക്കി വർഗീയ മുഖമുള്ള കാസർഗോഡിന്റെ മുഖച്ഛായക്ക് മതേതരത്വത്തിന്റെ മുഖം കൊണ്ടുവരാനുള്ള സ്കിന്നേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ പിറവി. പ്രിയപ്പെട്ട അൻവർച്ച അതിന്റെ പ്രസിഡന്റായിരുന്നു. ഞങ്ങളൊക്കെ കാസർഗോട്ടുകാർ സിനിമ മേഖലയിലുള്ള ആളുകളെ ദൂരെ നിന്ന് കാണുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തരായ സിനിമാ നടന്മാരെ കാസർഗോട്ടുകാർക്ക് കൊണ്ടുവന്നവരുടെ മുമ്പിലിരുത്തിയതിന്റെ പിന്നിൽ പ്രിയപ്പെട്ട അൻവർച്ചയെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഇന്നും കാസർഗോഡ് ഇന്ന് കാണുന്ന ഈ ഒരു ശാന്തതയുടെ ഒരു അവകാശം ആ സ്കിന്നേഴ്സിന്റെ പിറവി, ആ സ്കിന്നേഴ്സിന്റെ പ്രോഗ്രാംസ് കാസർഗോഡിന്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ശ്രമങ്ങളിൽ പ്രിയപ്പെട്ട അൻവർച്ച കണ്ട കാസർകോട്ടെ ഒരു ശാന്തതയുടെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായി എന്ന് അദ്ദേഹത്തിന്റെ അൻവർ ഓർമ്മ 8ാമത് അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കടപ്പാട് അൻവർച്ചയോടുണ്ടാവണം. KCNന്റെ വാർത്ത ആദ്യം കന്നഡയിലും പിന്നെ മലയാളത്തിലുമായി 2 ഭാഷകളിൽ കാസർകോട്ടുകാർക്ക് കാസർകോട്ടെ വാർത്തകൾ എത്തിച്ച ഒരു മഹാമനുഷ്യനാണ് പ്രിയപ്പെട്ട അൻവർച്ച. റിപ്പോർട്ടർ TV ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ NH അൻവർ അനുസ്മരണം നടത്തി. കേബിൾ TV മേഖലയിലെ നെടുംതൂണായിരുന്നു NH അൻവർ എന്ന് MV നികേഷ് കുമാർ അനുസ്മരിച്ചു. കോർപ്പറേറ്റ് ശക്തികളെ മാറ്റി നിർത്തി കേബിൾ TV മേഖലയെ ശക്തിപ്പെടുത്തുവാൻ മുന്നിൽ നിന്നും നയിച്ച നേതാവായിരുന്നു NH അൻവർ എന്നും MV നികേഷ് കുമാർ പറഞ്ഞു. COയെ സംബന്ധിച്ചിടത്തോളം, KCCLനെ സംബന്ധിച്ചിടത്തോളം, ഈ സഹകരണ പ്രസ്ഥാനത്തെ എല്ലാം സംബന്ധിച്ചിടത്തോളം ചില നെടുംതൂണുകൾ ഉണ്ടായിരുന്നു. ആ നെടുംതൂണുകളിൽ ഒന്നായിരുന്നു NH അൻവർ എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ട്, എല്ലാവരോടും നല്ല വാക്ക് പറഞ്ഞുകൊണ്ട്, എല്ലാവരെയും ഒടുവിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതിനെ കോർപ്പറേറ്റിനെ വെല്ലുന്ന ശക്തിയായി മാറ്റാൻ NH അൻവറിനെ പോലുള്ള പ്രഗത്ഭമതികൾക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് കേരളം ഇന്ന് കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ രംഗത്ത് വേറിട്ട് നിൽക്കുന്നത്.
ഒരുപക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാള ചലച്ചിത്ര രംഗത്ത് എങ്ങനെയാണോ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ തന്നെയും അവരുടെ പങ്കാളിത്തം, അവരുടെ ചുമല് കൊണ്ട് ആ പ്രസ്ഥാനത്തെ ഉയർത്തിപ്പിടിച്ചത് എന്നതുപോലെയാണ് കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ കാര്യത്തിനകത്ത് NH അൻവർ അദ്ദേഹത്തിന്റെ ചുമലിങ്ങനെ ചാടി നിർത്തി കൊടുത്തത്. ആ ചുമലിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രംഗം വളർന്ന് വികസിച്ചിട്ടുള്ളത്. എങ്ങനെയാണപ്പോ നിങ്ങൾക്ക് ഇത്രയധികം ഒരു മനുഷ്യനെ 8 വർഷം കഴിഞ്ഞാലും അത് 80 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്കൊരു മനുഷ്യനെ കുറിച്ച് ഒരേപോലെ പറയാൻ കഴിയുന്നത്? 1 വർഷം കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പറയുന്നു, 2 വർഷം 3 വർഷം 5 വർഷം 10 വർഷം കഴിഞ്ഞാലും ഒരേപോലെ പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? അത് അപൂർവം വ്യക്തികൾക്ക് മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിന്റെ കരസ്പർശമുള്ളവർക്ക് മാത്രമേ അങ്ങനെ കഴിയൂ. ആ നിലയിൽ ഒരു ജീവിതം ജീവിക്കാൻ കഴിഞ്ഞ ആളാണ് NH അൻവർ. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ചാരിറ്റി ഫണ്ട് സമർപ്പണം നടത്തി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ സണ്ണി ജോസഫ്, കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം, NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ K വിജയകൃഷ്ണൻ, നാസർ ഹസൻ അൻവറിൻ്റെ പത്നി ആശ അൻവർ എന്നിവർ അൻവർ ഓർമ്മയിൽ സംസാരിച്ചു. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, ഷുക്കൂർ കോളിക്കര, സതീഷ് K പാക്കം, TV മോഹനൻ, വിനോദ് P, അബ്ദുല്ല M, ദിവാകര K എന്നിവർ സംബന്ധിച്ചു. COA സംസ്ഥാന ഭാരവാഹികൾക്കുള്ള COA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സ്വാഗതവും COA സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റിയതിനെതിരെ കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി 14-ന് പരിഗണിക്കും. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റിയത് നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവരുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി 14-ന് പരിഗണിക്കും. വിചാരണ പൂർത്തിയാക്കാനും വിധി പ്രസ്താവിക്കാനും CBI പ്രത്യേക കോടതി ജഡ്ജിയെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൃപേഷിന്റെ മാതാപിതാക്കളായ കൃഷ്ണൻ, ബാലാമണി, ശരത്ലാലിന്റെ മാതാപിതാക്കളായ സത്യനാരായണൻ, ലത എന്നിവർ ഹർജി നൽകിയത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 3-നാണ് വിചാരണ ആരംഭിച്ചത്. പ്രതികളുടെ മൊഴി രേഖപ്പെടുത്താൻ കേസ് മാറ്റിയ ഘട്ടത്തിലാണ് ജില്ലാ ജഡ്ജിമാരുടെ പൊതുസ്ഥലം മാറ്റ ഉത്തരവിനെ തുടർന്ന് വിചാരണ കോടതി ജഡ്ജിയെ തൃശൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജിയായി സ്ഥലം മാറ്റിയത്. ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല. ജഡ്ജിയുടെ സ്ഥലം മാറ്റം കേസ് വൈകിപ്പിക്കുമെന്ന് ഹർജിയിൽ അറിയിച്ചു. കൃപേഷ്, ശരത്ലാൽ എന്നിവർ 2019 ഫെബ്രുവരി 17-നാണ് കൊല്ലപ്പെട്ടത്. CPM പ്രവർത്തകർ പ്രതികളായ കേസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് CBIക്ക് കൈമാറിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13-ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ. രക്തസാക്ഷികളെ മറന്ന് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടോ അവരെത്ര ഉന്നതന്മാരായാലും അവരെ ശക്തമായി തള്ളിപ്പറയുന്നുവെന്ന് ഉണ്ണിത്താൻ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഉണ്ണിത്താൻ കോൺഗ്രസ് നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13-ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷമായി വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. രക്തസാക്ഷികളുടെ ആത്മാക്കളെ വേദനിപ്പിച്ചവർക്ക് മാപ്പില്ലെന്നും രക്തസാക്ഷികളെ മറന്ന് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടോ അവരെത്ര ഉന്നതന്മാരായാലും അവരെ ശക്തമായി തള്ളിപ്പറയുന്നുവെന്നും ഉണ്ണിത്താൻ FB പോസ്റ്റിൽ പറയുന്നു. ഇവർ പാർട്ടി നടപടികൾ അർഹിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ കൂട്ടുകെട്ട് എനിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് ആർക്ക് എങ്ങനെ വിശ്വസിക്കുവാനാകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ണിത്താൻ ചോദിക്കുന്നു. വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ പ്രചരിച്ചതിനെ തുടർന്ന് പെരിയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രമോദ് പെരിയയെ കഴിഞ്ഞ ദിവസം KPCCയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ വിധേയമായി തൽസ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു.
ബാലകൃഷ്ണന്റെ മകന്റെ കല്യാണം പയ്യന്നൂരിൽ വെച്ചാണ് നടന്നത്. കല്യാണ സൽക്കാരം പെരിയ മൊയോലത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. അതേസമയം ബാലകൃഷ്ണന്റെ സഹോദരൻ തൻ്റെ വീട്ടിൽ നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്നുവെന്നും അദ്ദേഹമാണ് വിവാഹ സൽക്കാര ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്നുമാണ് പ്രമോദ് പെരിയയുടെ വിശദീകരണം. താൻ മാത്രമല്ല മറ്റേതാനും കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളതായും പ്രമോദ് പറഞ്ഞിരുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ നടപടികൾ കൊച്ചി CBI കോടതിയിൽ നടക്കുന്നതിനിടയിലാണ് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ ഭാര്യയ്ക്കും മകനും നേരെ ആസിഡ് ബോൾ ആക്രമണം നടത്തിയയാൾ അറസ്റ്റിൽ. കമ്പല്ലൂരിലെ PV സുരേന്ദ്രനാഥാണ് അറസ്റ്റിലായത്. ആസിഡ് ബോൾ ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ മകൻ PV സിദ്ധുനാഥ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ട് സുരേന്ദ്രനാഥ് ഭാര്യയ്ക്ക് നേരെയാണ് ആസിഡ് ബോൾ ആക്രമണം നടത്തിയത്. ഐസ്ക്രീം എന്ന വ്യാജേന ബോൾ ഐസ്ക്രീമിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് ഭാര്യയ്ക്ക് നേരെ എറിയുകയായിരുന്നു. ഭാര്യ ഓടി രക്ഷപ്പെട്ടു. പിന്നാലെ ഓടിയപ്പോഴാണ് പ്രതിയെറിഞ്ഞ ഐസ്ക്രീം ബോൾ ആസിഡ് മകൻ സിദ്ധുനാഥിന്റെ മേൽ വീണത്. പുറത്ത് ഗുരുതരമായി പൊള്ളലേറ്റ 20-കാരൻ സിദ്ധുനാഥിനെ ഉടൻ തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിദ്ധുനാഥ് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ കഴിയുകയാണ്. സംഭവത്തിൽ ഇന്ന് രാവിലെയാണ് സുരേന്ദ്രനാഥിനെ ചിറ്റാരിക്കാൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മുൻപ് സുരേന്ദ്രനാഥ് ഭാര്യയെ മദ്യക്കുപ്പി പൊട്ടിച്ച് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് പയ്യന്നൂർ പോലീസിൽ നിലനിൽക്കുന്ന കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആസിഡ് ആക്രമണം. സയന്റിഫിക് വിഭാഗം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഹൊസ്ദുർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിലൂടെ മദ്യപിച്ച് രോഗിയുമായി പോയ ആംബുലൻസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച പുലർച്ചെ കാസർഗോഡ് ജില്ലാ അതിർത്തിയായ കാലിക്കടവിലാണ് സംഭവം. മദ്യപിച്ച് ദേശീയപാതയിലൂടെ രോഗിയുമായി ആംബുലൻസ് ഓടിച്ച ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുന്നാട് ചേരിപ്പാടി മഞ്ഞളാമ്പാടിയിലെ T ജയനെയാണ് ചന്തേര SI N വിപിൻ ശനിയാഴ്ച പുലർച്ചെ അറസ്റ്റ് ചെയ്തത്. മംഗളൂരു ഭാഗത്തു നിന്ന് രോഗിയുമായി കോഴിക്കോടേക്ക് പോകുന്നതിനിടയിൽ നീലേശ്വരത്തും ചെറുവത്തൂരിലും 2ഇടങ്ങളിൽ നിയന്ത്രണം വിട്ട് ആംബുലൻസ് ഇടിക്കുകയും തുടർന്ന് നാട്ടുകാർ കാലിക്കടവ് ടൗണിലെത്തിയപ്പോൾ വാഹനം നിർത്തി മറ്റൊരു ആംബുലൻസിൽ രോഗിയെ കയറ്റി അയക്കുകയുമായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 2:30 ചന്തേര പോലീസ് സ്ഥലത്തെത്തി മദ്യപാന പരിശോധന നടത്തി സ്ഥിരീകരിച്ച ശേഷം ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. ആംബുലൻസ് ചന്തേര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചെറുവത്തൂരിലെയും കാലിക്കടവിലെയും നാട്ടുകാരുടെ ഇടപെടലാണ് രോഗിക്കും കൂടെയുള്ളവർക്കും തുണയായത്. റുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കാസർഗോഡ് കളക്ടറേറ്റിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. വരണാധികാരിയായ കളക്ടർ K ഇമ്പശേഖർ അധ്യക്ഷനായി. കൗണ്ടിംഗ് ടേബിളുകളിലേക്കും ARO ടേബിളുകളിലേക്കും പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് ടേബിളുകളിലുമായി ഓരോ സ്ഥാനാർത്ഥിക്കും ഏജന്റുമാരെ നിയോഗിക്കാമെന്നും യമുന ബ്ലോക്കിൽ മീഡിയ സെന്ററിൽ കൗണ്ടിംഗ് തത്സമയം പ്രദർശിപ്പിക്കുമെന്നും യോഗത്തിൽ കളക്ടർ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്ന ഏജന്റുമാർക്ക് ബാഡ്ജ് അനുവദിക്കും. ഇതിനായി ഏജന്റുമാർ ഫോറം 18 അപേക്ഷിക്കണം. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ P അഖിൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M രഞ്ജിത്ത്, അബ്ദുള്ള കുഞ്ഞി ചെറുക്കള, M കുഞ്ഞമ്പു നമ്പ്യാർ, ബാലകൃഷ്ണ ഷെട്ടി, BM ജമാൽ പട്ടേൽ, KP സതീഷ് ചന്ദ്രൻ, K മുഹമ്മദ് ഹനീഫ്, അർജുനൻ തായലങ്ങാടി, C ശിവശങ്കരൻ, PK ഫൈസൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 24-ന് വീണ്ടും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേരാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊടും വേനലിൽ മുന്തിരിത്തണുപ്പിൽ നിറഞ്ഞ് രാമണേശ്വരം രാമഗിരിയിലെ മാധവന്റെ കൃഷിയിടം. പ്രവാസിയും വ്യാപാരിയും പൊതുപ്രവർത്തകനുമായ മാധവൻ മറ്റ് കൃഷികളോടൊപ്പമാണ് മുന്തിരി കൃഷിയും നടത്തുന്നത്. വള്ളികളിൽ തൂങ്ങി നിൽക്കുന്ന മുന്തിരിക്കുലകൾ നൽകുന്നത് മനോഹരമായ കാഴ്ചാനുഭവമാണ്. മുൻ പ്രവാസിയും വ്യാപാരിയുമായ രാമഗിരിയിലെ B മാധവൻ തന്റെ പുരയിടത്തിലെ കൃഷിയിടത്തിൽ മറ്റ് കൃഷികളോടൊപ്പം നട്ടുവളർത്തിയ മുന്തിരി കായ്ഫലമണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിത്. വള്ളികളിൽ തൂങ്ങി നിൽക്കുന്ന മുന്തിരിക്കുലകൾ മനോഹരമായ കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ മുന്തിരി തൈകൾ ഉപയോഗിച്ചാണ് മുന്തിരി കൃഷി ആരംഭിച്ചത്. മയിലിന്റെ ശല്യം കാരണം പ്ലാസ്റ്റിക് കൂടുകൊണ്ട് മറച്ചാണ് മുന്തിരിക്കുലകളുടെ സംരക്ഷണം. മാധവനോടൊപ്പം ഭാര്യ P സുധയും പ്രോത്സാഹനവുമായുണ്ട്. തികച്ചും ജൈവരീതിയിൽ കൃഷി ചെയ്ത് 1 വർഷത്തിന് ശേഷം മുന്തിരിക്കുലകൾ വിളഞ്ഞു നിൽക്കുമ്പോൾ അത് ഏറെ സന്തോഷം നൽകുന്നുവെന്ന് മാധവൻ പറയുന്നു. മറ്റു മുന്തിരികളെ അപേക്ഷിച്ച് നല്ല മധുരവും ഈ മുന്തിരിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പണ്ട് മുതലേ അച്ഛനുണ്ടാകുമ്പോഴേ കൃഷി തന്നെയാണ്, ഇപ്പോഴും ആ രീതിയിൽ തന്നെ പോകുന്നു. എല്ലാം ജൈവ രീതിയിലുള്ള കൃഷിയാണ് നടത്തുന്നത്. മുന്തിരി ഞാൻ പിലിക്കോട് കാർഷിക ഗവേഷണത്തിൽ കൃഷിഭവൻ്റെ
പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടുന്ന് 2 തൈ നമ്മൾ വാങ്ങിച്ചതാണ്. വാങ്ങിച്ച് അത്രയല്ലോ 5-6 മാസം കഴിയുമ്പോൾ തന്നെ അതിന് കായ്ച്ചു തുടങ്ങി. നല്ല കായ്ഫലം കിട്ടുന്ന മുന്തിരി തൈ തന്നെയാണ്. മയിൽ ശല്യം കാരണം നമ്മൾക്ക് പിന്നെ കൊട്ടയിട്ട് നിർത്തേണ്ട അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പഴുത്ത് നല്ല രീതിയിൽ പറിച്ച് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് നെൽകൃഷിയുണ്ട്, തെങ്ങ് കൃഷി, കവുങ്ങ്, വാഴ, കുരുമുളക്, അതുപോലെ തന്നെ പിന്നെ പച്ചക്കറി, മാവ് തൈ, നമ്മൾക്ക് പിന്നെ വഡിങ് ഉണ്ടാക്കിയ മാവും തൈ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇത് പച്ചക്കറി, പിന്നെ പൈനാപ്പിള്, എല്ലാം സപ്പോട്ട, എല്ലാം നമ്മളെ പഴവർഗ്ഗങ്ങളും നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. വാഴ, തെങ്ങ്, കുരുമുളക്, മഞ്ഞൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പൈനാപ്പിൾ, സപ്പോട്ട, മാവ് എന്നിവയും മാധവന്റെ കൃഷിയിടത്തിലുണ്ട്. കാശ്മീരി മുളകും വിവിധ തരം പച്ചമുളകുമുണ്ട്. പശുവിനെ വളർത്തുന്നതിനാൽ വളത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട. സ്വന്തം ആവശ്യത്തിനുള്ള അരിയും ഉൽപ്പാദിപ്പിക്കുന്നു. അജാനൂർ കൃഷിഭവന്റെ സഹകരണവും ലഭിക്കുന്നുണ്ട്. രാമഗിരി, തെക്കേപ്പള്ളത്ത് തുടങ്ങിയ റൈസ് ആൻഡ് ഫ്ലോർ മില്ലിൽ വിവിധ തരത്തിലുള്ള പൊടികളും വെളിച്ചെണ്ണയും മാധവൻ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഭാര്യ സുധയുടെ നേതൃത്വത്തിൽ മാതൃക റൈസ് ആൻഡ് ഫ്ലോർ മിൽ എന്ന പേരിൽ കുടുംബശ്രീയാണ് മില്ല് നടത്തുന്നത്. ഇവിടെ നിന്നുള്ള വെളിച്ചെണ്ണയും വിവിധ തരം പൊടികളും വിപണിയിൽ പ്രിയം നേടിയിട്ടുണ്ട്. കൃഷിയോടൊപ്പം പൊതുപ്രവർത്തന രംഗത്തും സക്രിയനാണ് ബി മാധവൻ. ഭാര്യ പി സുധയോടൊപ്പം രാമഗിരി, തെക്കേപ്പള്ളത്താണ് താമസം. 2 ആൺമക്കൾ എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡോക്ടർ എ അബ്ദുൽ സത്താറിൻ്റെ പുസ്തകം ഓർമ്മകൾ പെയ്യുന്ന ഇടവഴികൾ പ്രകാശനം ചെയ്തു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് എന്നെ നെല്ലിക്കുന്ന് MLAക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരനെന്ന ബിംബം ഇന്നില്ലെന്നും പുതിയ കാലത്ത് എല്ലാവരും എഴുത്തുകാരാണെന്നും റഫീഖ് അഹമ്മദ് പറഞ്ഞു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റും ശ്വാസകോശരോഗ ചികിത്സാ വിദഗ്ധനുമായ ഡോക്ടർ എ അബ്ദുൽ സത്താറിന്റെ 4ാമത്തെ പുസ്തകം ഓർമ്മകൾ പെയ്യുന്ന ഇടവഴികൾ പ്രകാശനം ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് എന്നെ നെല്ലിക്കുന്ന് MLAക്ക് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരനെന്ന ഊതി വീർപ്പിക്കപ്പെട്ട ബിംബം ഇന്നില്ലെന്നും പുതിയ കാലത്ത് എല്ലാവരും എഴുത്തുകാരാണെന്നും പ്രകാശനത്തിന് ശേഷം സംസാരിക്കവേ റഫീഖ് അഹമ്മദ് പറഞ്ഞു. ഈ പുസ്തകം ഈ പുതിയ കാലഘട്ടത്തിലെ ഒരു പുതിയ തരത്തിലുള്ള എഴുത്തിന്റെ മാതൃക കൂടിയാണ്. നമ്മൾ ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പോലുള്ള സംഗതികളൊക്കെ വികസിതമായിട്ടൊരു കാലഘട്ടത്തിൽ എഴുത്തുകാരൻ വായനക്കാരൻ എന്ന് പറയുന്ന ദ്വന്ദ്വം ഇന്ന് നിലനിൽക്കുന്നില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ എഴുതുന്നു, കുറച്ച് ആൾക്കാർ വായിക്കുന്നു. അങ്ങനെ ഒരു സംഗതി ഇന്നില്ല. ഒരിക്കലും പിന്നെ വെളിച്ചത്ത് വരാൻ കഴിയാത്ത തരത്തിലുള്ള വീടിന്റെ അടുക്കളകളിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നു. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതുന്നു. അങ്ങനെ പുതിയ ഒരു എഴുത്തിന്റെയും വായനയുടെയും ലോകം ഇന്ന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എഴുത്തുകാരൻ എന്ന് പറയുന്ന പിന്നെ ഊതി വീർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിംബം ഇല്ല. പഴയ കാലത്ത് നമുക്ക് ഇങ്ങനെ കവി അല്ലെങ്കിൽ നോവലിസ്റ്റ്, എഴുത്തുകാരൻ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ ആകാശത്ത് ഇറങ്ങി വന്ന ചില ആൾക്കാരാണെന്നുള്ളൊക്കെ ഒരു ധാരണകളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. എല്ലാവർക്കും എഴുതാൻ കഴിയും, എല്ലാവരുടെയും ഉള്ളിൽ എഴുത്തുണ്ട് എന്നുള്ളതാണ്. ആ ഒരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യപരമായിട്ട് തുറസാണത്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ സത്താർ എഴുതി തുടങ്ങിയിട്ടുള്ളത്. അത് ഒരു പുതിയ മേഖലയാണ്. ആ മേഖലയിലെ ഓർമ്മകളുണ്ടായിരിക്കാം, പലതരത്തിലുള്ള ചിന്തകളുണ്ടായിരിക്കാം, ദർശനങ്ങളുണ്ടായിരിക്കാം, അനുഭവങ്ങളുണ്ടായിരിക്കാം. ഇതൊക്കെ തന്നെ സരസമായ രീതിയിലും ലളിതമായ രീതിയിലും ആളുകൾക്ക് പിന്നെ പെട്ടെന്ന് കൺവേ ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ മഹത്വം. മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ റഹ്മാൻ തായലങ്ങാടി അധ്യക്ഷത വഹിച്ചു. KV മണികണ്ഠദാസ് പുസ്തക പരിചയം നടത്തി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, കാസർഗോഡ് സാഹിത്യവേദി പ്രസിഡന്റ് പത്മനാഭൻ ബ്ലാത്തൂർ, കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ്, കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P ദാമോദരൻ, കാസർഗോഡ് പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് TA ഷാഫി എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരി MA മുംതാസ് ടീച്ചർ, TA എരിയാൽ ഷെരീഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ദിവാകരൻ വിഷ്ണുമംഗലം കവിത ചൊല്ലി. സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് അഷ്റഫ് അലി ചേരങ്കൈ സ്വാഗതവും MV സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ഡോക്ടർ അബ്ദുൽ സത്താർ എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചു. ഹുബാഷിക പബ്ലിക്കേഷനാണ് ഓർമ്മകൾ പെയ്യുന്ന ഇടവഴികൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഫലം പുറത്തു വന്നപ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനമായി വഫ അഷറഫ്. പേരുപോലെ തന്നെ എല്ലാം പൂർത്തിയാക്കി മികച്ച മാർക്ക് നേടി നാടിനും സ്കൂളിനും മിന്നും താരമായി മാറിയിരിക്കുകയാണ് വഫ. ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും വെള്ളച്ചാലി എന്ന നാടിൻ്റെയും മിടുക്കിയായി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മിന്നും വിജയം നേടിയ വഫ അഷറഫ് പഠനത്തിൽ ശ്രദ്ധയോടെ കൂടുതൽ സമയം കേന്ദ്രീകരിച്ചാണ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്കും, അതായത് 1200-ൽ 1200 മാർക്ക് എന്ന അപൂർവ നേട്ടം വഫ നേടിയത്. കുട്ടമത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിനിയായ ഈ കൊച്ചുമിടുക്കിക്ക് സ്കൂൾ പഠനം ഹൃദിസ്ഥമാക്കുന്നതിലും ഹോംവർക്കിലും മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ അനുഗ്രഹമായതായി KCN ന്യൂസിനോട് പറഞ്ഞു. 10th എനിക്ക് ഫുൾ A+ ആയിരുന്നു. പിന്നെ +1 പോയപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാണ്ട് തന്നെ ഫുൾ മാർക്ക് കിട്ടി. പിന്നെ +2 അതിലും ഇപ്പോൾ ഫുള്ള് കിട്ടി. നല്ല സന്തോഷമുണ്ട്. പിന്നെ ഫാമിലി തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ടീച്ചേഴ്സ് എല്ലാം നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമല്ല, വലിയ നീറ്റ് എക്സാം, JEE പോലത്തെ എക്സാമിന് വേണ്ടിയിട്ട് NCERT ഡീപ്പായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു 1-to-1 ചെറുത്തൂർ. അപ്പോൾ അവിടെയും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ പഠിത്തം ഞാൻ രാവിലെ എണീച്ച് പഠിക്കുന്ന ആളല്ല. ഞാൻ രാത്രി 3 മണി 4 മണി ആ സമയത്ത് പഠിക്കണേ. കാരണം രാവിലെ എനിക്ക് ഭയങ്കര ഉറക്കമായിരിക്കും. അതെല്ലാം എല്ലാവരും പറയാറുണ്ട്. കഴിഞ്ഞ 15 വർഷമായി ഷാർജ ഇന്ത്യൻ സ്കൂളിൽ അധ്യാപകനായ പിലിക്കോട് വെള്ളച്ചാലിലെ K അഷ്റഫിൻ്റെയും കൊടക്കാട് ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ അധ്യാപിക N റസിയയുടെയും ഇളയ മകളാണ്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയാണ് വഫ വിജയിച്ചത്. പ്രൈമറി പഠനം പടന്ന ICT സ്കൂളിലും ഷാർജ ഇന്ത്യൻ സ്കൂളിലുമായിരുന്നു. 8ാം തരം മുതൽ ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. മുഴുവൻ മാർക്കും നേടിയതിൻ്റെ ആഹ്ലാദമാണ് വെള്ളച്ചാലിലെ ദാറുസലാമിൽ. കുടുംബാംഗങ്ങളും ബന്ധുക്കളും നാട്ടുകാരും വിവിധ സ്കൂളുകളിലെ അധ്യാപകരും വഫയെ നേരിട്ടും ഫോൺ വിളിച്ചും അഭിനന്ദനം അറിയിക്കുകയാണ്. MBBS പഠനമാണ് വഫ അഷ്റഫ് ഇനി ലക്ഷ്യമിടുന്നത്. സഹോദരി ഷിഫ അഷ്റഫ് കോഴിക്കോട് KMCT കോളേജിൽ BDS വിദ്യാർത്ഥിനിയാണ്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പുതിയ 6-വരിപ്പാത തുറന്നതിന് പിന്നാലെ മഞ്ചേശ്വരത്തെ റോഡരികിൽ അനധികൃതമായി ലോറികൾ നിർത്തിയിടുന്നതായി പരാതി. രാത്രികാലങ്ങളിൽ വെളിച്ചവും സിഗ്നലുമില്ലാത്തിടത്തെ ലോറി പാർക്കിംഗ് മറ്റ് വാഹനയാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. തലപ്പാടി മുതൽ ഹൊസങ്കടി വരെയുള്ള ഹൈവേയുടെ വശങ്ങളിൽ പല ഭാഗത്തും ഗ്യാസ് കുറ്റികൾ കയറ്റിയ ലോറികളും മറ്റു വാഹനങ്ങളും റോഡരികിൽ നിയന്ത്രണങ്ങളില്ലാതെ പാർക്ക് ചെയ്യുന്നതായുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ബൈപ്പാസ് ഉള്ള സ്ഥലങ്ങളിൽ സിഗ്നലുകളില്ലാത്ത ഇടങ്ങളിലെ ഇരുട്ടിലാണ് ലോറികളുടെ പാർക്കിംഗ്. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ തന്നെ ഇത് മറ്റ് വാഹനയാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇത്തരത്തിൽ നേരത്തെ മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ് ഹൈവേയുടെ വശങ്ങളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ പിന്നിൽ ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും കൂട്ടിയിടിച്ച് മരണം ഉൾപ്പെടെ സംഭവിച്ചിരുന്നു. ഇപ്പോൾ ഇതേ രീതിയിൽ തലപ്പാടിയിൽ നിന്ന് ഹൈവേയുടെ വശങ്ങളിൽ രാവും പകലും വലിയ ഭാരമായുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. കുഞ്ചത്തൂർ, ഉദ്യാവനം, മഞ്ചേശ്വരം, പൊസോട്ട് മേഖലയിൽ തിരക്ക് കൂടുതലുള്ള ബൈപ്പാസിന്റെ വശങ്ങളിലാണ് അനധികൃതമായി വാഹനങ്ങളേറെയും പാർക്ക് ചെയ്യുന്നത്. പുതുതായി നിർമ്മിച്ച റോഡിലൂടെയും വാഹനങ്ങൾ അമിത വേഗത്തിലോടുന്നതിനാൽ ഇരുട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലിടിച്ച് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിൽ അനധികൃത വാഹന പാർക്കിംഗ് തടയുന്നതിനും വരാനിടയുള്ള ദുരന്തം ഒഴിവാക്കാനും പോലീസും വാഹന വകുപ്പ് അധികൃതരും നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അനുഷ്ഠാന കലയായ പൂരക്കളി, മറത്തുകളി കലാരംഗത്ത് 3 പതിറ്റാണ്ടായി സജീവമായ കാഞ്ഞങ്ങാട് മോനാച്ചയിലെ M പ്രമോദ് പണിക്കരെ തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകം പട്ടും വളയും നൽകി ആദരിക്കും. മെയ് 13 തിങ്കളാഴ്ച രാവിലെ 10:30 ഇളമ്പച്ചി താഴേക്കാട്ട് മനയിൽ നടക്കുന്ന ചടങ്ങിലാണ് സംസ്കൃത പണ്ഡിതൻ കൂടിയായ പ്രമോദിനെ ആദരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2009 മുതൽ വലിയ പറമ്പിലെ KV പൊക്കൻ പണിക്കരിൽ നിന്നും സംസ്കൃത പഠനം ആരംഭിച്ചു. ഡോക്ടർ സുരേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ E ശ്രീധരൻ, PT മോഹനൻ പണിക്കർ കൊടക്കാട്, M കുഞ്ഞികൃഷ്ണൻ പണിക്കർ കാടങ്കോട്, കരിവെള്ളൂർ അപ്പു പണിക്കർ എന്നിവരിൽ നിന്നും വ്യാകരണമടക്കമുള്ള വിഷയങ്ങളിൽ ശിക്ഷണം തേടിയിട്ടുണ്ട്. 2012 മോനാച്ച ഭഗവതി ക്ഷേത്രത്തിൽ മറത്തുകളിയിൽ അരങ്ങേറ്റം കുറിച്ചു.
തുടർച്ചയായി 3 വർഷം മോനാച്ച ഭഗവതി ക്ഷേത്രത്തിൽ പൂരക്കളി മറത്തുകളി അവതരിപ്പിച്ചു. 2019 മുതൽ 2024 വരെ കണ്ണമംഗലം കഴകത്തിൽ പൂരക്കളി മറത്തുകളി രംഗത്തെ സാന്നിധ്യം ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. 7 വർഷത്തോളമായി കഴകത്തിലെ കുട്ടികളെയും ബാല്യക്കാരെയും പൂരക്കളി പരിശീലിപ്പിക്കുകയും മികച്ചൊരു പൂരക്കളി സംഘത്തെ വളർത്തിയെടുക്കാൻ അക്ഷീണം പ്രയത്നിച്ച പ്രമോദ് പണിക്കർ കാസർഗോഡ് ജില്ലാ കോടതിയിലെ പ്രോസസ് സർവേയറാണ്. ആദരിക്കൽ ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. തൃക്കരിപ്പൂർ ശ്രീ കണ്ണമംഗലം കഴകത്തിൽ വരുന്ന മെയ് മാസം 13 തിങ്കളാഴ്ച മോനാച്ചയിലുള്ള ശ്രീ എം പ്രമോദിൻ്റെ അദ്ദേഹത്തിൻ്റെ പൂരക്കളി മറത്തുകളി രംഗത്തുള്ള മികവ് പരിഗണിച്ച് ശ്രീ കണ്ണമംഗലം കഴകം പട്ടും പടയും നൽകി പൂരക്കളി പണിക്കരായി ആചാരപ്പെടുത്തുകയാണ്. കഴകം പ്രസിഡന്റ് പുതിയടത്ത് ഗോപാലൻ, വൈസ് പ്രസിഡന്റ് KV ഗോപാലൻ, സെക്രട്ടറി T നാരായണൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറിമാരായ T നാരായണൻ മണിയാണി, കണിച്ചുകുളങ്ങര ശശി, ട്രഷറർ KV ജതീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വീട് നിർമ്മാണത്തിനായി എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വീടും സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്തതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രാജപുരം പനത്തടി പെരുതടിയിലെ PM രാജൻ. ഭാര്യയുടെ രോഗചികിത്സയ്ക്കായി പലരിൽ നിന്നും വായ്പ വാങ്ങിയ 5 ലക്ഷം രൂപ അടക്കം ഇപ്പോൾ കടബാധ്യത 20 ലക്ഷമായി മാറിയിട്ടുണ്ട്. കിടപ്പാടം ലേലം ചെയ്തു പോകാതിരിക്കുവാൻ സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജൻ. വീട് നിർമ്മാണത്തിനായുള്ള വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് രാജന്റെ 10 സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്തത്. പോകാൻ മറ്റ് സ്ഥലമില്ലാത്തതുകൊണ്ട് ജപ്തി ചെയ്ത വീടിന്റെ വരാന്തയിലാണ് രാത്രി കിടന്നുറങ്ങുന്നതെന്ന് രാജൻ പറഞ്ഞു. കൂലിപ്പണിക്കാരനായ ഇദ്ദേഹം 2013 8 ലക്ഷം രൂപ വായ്പയെടുത്തത്. ഇതിൽ 2017 വരെ 4 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചിരുന്നു. 2017 ഭാര്യയ്ക്ക് അർബുദം ബാധിച്ചതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത്. ഭാര്യയെ വിവിധ ആശുപത്രികളിൽ ചികിത്സിപ്പിച്ചെങ്കിലും കഴിഞ്ഞ വർഷം ഭാര്യ മരിച്ചു. കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ 13 വയസ്സുള്ള 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ പട്ടിക വിഭാഗക്കാർക്കുള്ള സ്കൂളിലെ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുകയാണ്. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഹോസ്റ്റലിലുമാണ് കഴിയുന്നത്. ബാങ്കിൽ തടബാധ്യത 15 ലക്ഷമാണ്. വീട് ഒരാഴ്ചക്കുള്ളിൽ ലേലം ചെയ്യാനാണ് ബാങ്കിന്റെ തീരുമാനം. ഭാര്യയുടെ രോഗചികിത്സയ്ക്കായി പലരിൽ നിന്നും വായ്പ വാങ്ങിയ 5 ലക്ഷം രൂപ അടക്കം ഇപ്പോൾ കടബാധ്യത 20 ലക്ഷമായി മാറിയിട്ടുണ്ട്. കിടപ്പാടം ലേലം ചെയ്തു പോയാൽ തനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റ് വഴികളില്ലെന്ന് രാജൻ പറയുന്നു. അല്ലാത്ത പക്ഷം എനിക്ക് ഒരു നിർവാഹമില്ലാതെ ഞാൻ ഒരു കടുംകൈ ചെയ്യാനുള്ള ഞാൻ കാസർഗോഡ് DSP SMSA DSP ഇവിടെ നമ്മുടെ കണ്ട് ഇത് കാര്യം ബോധിപ്പിച്ച് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. എനിക്ക് മറ്റൊരു മാർഗമില്ല, മരണത്തിന് കീഴടങ്ങാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. കുട്ടികൾ ഇപ്പം ഹോസ്റ്റലായതുകൊണ്ട് സമാധാനമായി കുറച്ച് ഇത് ഒക്കെ ആയിരുന്നു. എന്നാലും മാനസികമായിട്ട് ഇപ്പോഴും അവർ വിട്ടുമാറിയിട്ടില്ല. വലിയൊരു വിഷമത്തിലാണ് കുട്ടികൾ. ഭാര്യയുടെ സാന്നിധ്യമില്ല, അമ്മയുടെ സാന്നിധ്യമില്ല, തുടർന്ന് അച്ഛൻ്റെ സാന്നിധ്യവും എപ്പോഴും കിട്ടുന്നില്ല. ഇപ്പം ബന്ധുക്കളുടെ വീട്ടിൽ മാറി മാറി താമസിക്കുകയാണ്. എനിക്കിപ്പോൾ മുന്നോട്ട് ഈ കിടപ്പാടം തിരിച്ച് കിട്ടണമെങ്കിൽ സന്മനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഇദ്ദേഹം ഹൊസ്തുർഗ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. കടബാധ്യതയിൽ നിന്നും പുറത്തു കടക്കുവാൻ ഉദാരമതികൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് രാജൻ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഈയക്കാട് രേരൻ്റെ തറവാട് കളിയാട്ട മഹോത്സവം മെയ് 12, 13 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങളായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 പതിറ്റാണ്ടിന് ശേഷം 2 ദിവസങ്ങളായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ ധർമ്മദൈവങ്ങളായ കുണ്ടോർ ചാമുണ്ടി തുടങ്ങി 7ഓളം തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. മെയ് 12 വൈകുന്നേരം 6:30 ദീപാരാധനയോടെ തുടക്കമാവും. തുടർന്ന് വിവിധ തെയ്യങ്ങളുടെ തോറ്റങ്ങൾ അരങ്ങിലെത്തും. രാത്രി 8 അന്നദാനം നടക്കും. 13 പുലർച്ചെ മുതൽ കണ്ടക്കോരൻ തെയ്യം, കുടിവീരൻ, കുറത്തിയമ്മ, രക്തചാമുണ്ടി, കുണ്ടോർ ചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടും. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനവുമുണ്ട്. തറവാട് പ്രസിഡന്റ് M നാരായണൻ മാസ്റ്റർ, സെക്രട്ടറി R കുഞ്ഞികൃഷ്ണൻ, ട്രഷറർ R മധുസൂദനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മടിക്കൈ കാര്യക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യൻ കോവിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. മടിക്കൈ കാര്യക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യൻ കോവിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി.
വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയെത്തിയ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരന്നു. മെയ് 12 മടിക്കൈ ഉണ്ണികൃഷ്ണൻ മാരാരുടെ തായമ്പക, മെയ് 13 മഹാഗണപതി ഹോമം, പ്രതിഷ്ഠ, കലശാഭിഷേകം, മഹാപൂജ, പ്രസാദ വിതരണം എന്നിവ നടക്കും. തുടർന്ന് കൈകൊട്ടിക്കളി അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊടവലം മോഹനം ഗുരുസന്നിധി ഗുരുകുല സംഗീത പഠനകേന്ദ്രത്തിൻ്റെ 3ാമത് വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബിൽ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സന്ദർശനം നടത്തി. പുതിയ മെമ്പർമാരുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. കർണാടക സംഗീത ഗുരുവര്യന്മാർ വിവിധ രാഗതാളലയങ്ങളുടെ സഞ്ചാര മധുരിമയിൽ കോർത്തിണക്കി ചിട്ടപ്പെടുത്തി മഹത്തരമാക്കിയ പഞ്ചരത്ന കീർത്തനങ്ങളും ഭാവയാമി രഘുരാമ സങ്കീർത്തനങ്ങളും ആലപിച്ച് കൊടവലം മോഹനം ഗുരുസന്നിധി ഗുരുകുല സംഗീത പഠന കേന്ദ്രത്തിൻ്റെ 3ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. പുരസ്കാര സമർപ്പണ ചടങ്ങും നടന്നു. ത്യാഗരാജ ഗണരാഗ പഞ്ചരത്ന കീർത്തനാലാപനവും തുടർന്ന് മോഹനം ഗുരുസന്നിധി അംഗങ്ങൾ നേതൃത്വമരുളിയ ഭാവയാമി രഘുരാമം ശ്രീരാമ കീർത്തനാർച്ചനയും ഏറെ ശ്രദ്ധേയമായി. ശ്രീനിവാസൻ സംഗീതാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. COAയുടെ അമരക്കാരനും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യവുമായ നാസർ ഹസൻ അൻവറിന്റെ 8ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. റിപ്പോർട്ടർ TV ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ അനുസ്മരണം നടത്തി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റിയതിനെതിരെ കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി 14 പരിഗണിക്കും. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവം. FB പോസ്റ്റിൽ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ ഭാര്യയ്ക്കും മകനും നേരെ ആസിഡ് ബോൾ ആക്രമണം നടത്തിയയാൾ അറസ്റ്റിൽ. കമ്പല്ലൂരിലെ PV സുരേന്ദ്രനാഥാണ് അറസ്റ്റിലായത്. കൊടുംവേനലിൽ മുന്തിരിത്തണുപ്പിൽ നിറഞ്ഞ് രാമണേശ്വരം രാമഗിരിയിലെ മാധവന്റെ കൃഷിയിടം. വള്ളികളിൽ തൂങ്ങി നിൽക്കുന്ന മുന്തിരിക്കുലകൾ നൽകുന്നത് മനോഹരമായ കാഴ്ചാനുഭവം. ഡോക്ടർ AA അബ്ദുൽ സത്താറിന്റെ പുസ്തകം ഓർമ്മകൾ പെയ്യുന്ന ഇടവഴികൾ പ്രകാശനം ചെയ്തു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പ്രകാശനം നിർവഹിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.